ഹായ് ഹലോ. അങ്ങനെ രാവിലെ തന്നെ ഒരാളെ വെയിറ്റ് ചെയ്ത് കട്ട പോസ്റ്റായിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. അവസാനം ആളെത്തി റെഡിയായി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങാണ്. എങ്ങോട്ടേക്കാണെന്നല്ലേ പറയാം ഗൈസ്. ദേ ഇപ്പം ഇറങ്ങിപ്പോയില്ലേ, അതാണ് എൻ്റെ ആങ്ങള. അത് ആ പോണ ട്രാവലറിൽ അവനങ്ങ് കയറിപ്പോയി. പിന്നെ ഇത് ഞങ്ങളുടെ അത്താൻ്റെ ഓട്ടോ ആണ്. ഇതിൽ ഞങ്ങളും കയറിപ്പോവും. അതെന്താ ആ ട്രാവലറിൽ നിങ്ങൾക്കിരിക്കാൻ സ്ഥലമില്ലേ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വന്നില്ലേ? സ്ഥലമൊന്നുമില്ലാതല്ല ഗൈസ്, നമുക്ക് വേറൊരു സ്ഥലം വരെ കൂടെ പോകാനുണ്ട്, അതുകൊണ്ടാണ്. ചെറുതിലേ മുതലേ ചെറുതാണെങ്കിലും വീട്ടിൽ സ്ഥിരമായിട്ടൊരു വണ്ടി എപ്പോഴും ഉണ്ടാവാറുണ്ട്. പൊങ്ങച്ചൻ പറഞ്ഞതല്ല, തൊഴിൽ ഡ്രൈവറാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടി വീട്ടിലുണ്ടാവണം. ഉണ്ടാവണം എന്നല്ല, ഉണ്ടാവും. ഒരുപാട് വണ്ടികൾ വാങ്ങും വിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര വാല്യൂ കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ആദ്യമായി ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ പോലും ആദ്യമായി വാങ്ങിക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും ഉത്സാഹവും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു വണ്ടി കൊടുക്കുമ്പോൾ വല്ലാത്ത വിഷമവും ഉണ്ടാവും. അത് പിന്നെ അങ്ങനെ ഒരു സ്ഥിരം പരിപാടി ഇങ്ങനെ ആയപ്പോൾ നമ്മൾ അതിനോട് യോജിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വണ്ടി വാങ്ങി അല്ലെങ്കിൽ വിറ്റു എന്ന് പറയുമ്പോൾ വല്ലാണ്ട് സങ്കടം മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവും എങ്കിലും പക്ഷേ ആരും അതിപ്പോൾ പുറത്ത് കാണിക്കാറില്ല. ഇതുപോലെ നമ്മൾ കൊടുത്ത ഒരു വണ്ടി റോഡിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലുണ്ടാകുന്ന വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ട് ഗൈസ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അതും ദൂരെ എവിടേക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വണ്ടി കാണില്ല. പക്ഷെ നമ്മുടെ വീടിനടുത്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. മിക്ക ദിവസങ്ങളിലും നമ്മൾക്ക് ഇമോഷൻ അടിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. പക്ഷേ അതുപോലെയൊന്നുമല്ല ഇന്ന്. സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ മാത്രം ഉപയോഗിച്ചിട്ട് പുതിയൊരു വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ ഫാമിലിയോടുണ്ടാവുന്നൊരു ഹാപ്പിനെസ്, അതാണ് ഇന്നത്തെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എല്ലാവരും അതിൽ ഉൾക്കൊണ്ട് എല്ലാവർക്കും അതിലേക്ക് പോകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം പറഞ്ഞറിയിക്കാനാവുന്നില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പൈസക്കാരിയാണെന്ന്. ഒരിക്കലുമില്ല. ഫൈനാൻസ് ഇട്ടിട്ടാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊരു തൊഴിലായതുകൊണ്ട് വണ്ടി ഓട്ടി കാശുണ്ടാക്കി കടം അടയ്ക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഓക്കെ, ബായ്.